മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയക്കേണ്ട വിജയ. കമ്മികളെ കൊണ്ട് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴേ ഉറപ്പായി മടിയിൽ കനമുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ CPM പ്രവർത്തകർ നടത്തിയ ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ CPM നേതാക്കളുടെ പ്രതികരണം ആക്രമണം നടത്തിയത് CPM പ്രവർത്തകരല്ല, പിണറായിയുടെ ആരാധകരാണെന്നാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ ജിതിൻ കെ ജേക്കബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പോസ്റ്റ് വായിക്കാം. മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയക്കേണ്ട വിജയ. ഞങ്ങൾക്ക് ഭയമില്ല, മുട്ടുമടക്കില്ല എന്നൊക്കെ ഒരു വശത്ത് തള്ളും, മറുവശത്ത് കള്ളപ്പണ അഴിമതി കേസിലെ അന്വേഷണം തടസ്സപ്പെടുത്താൻ കമ്മികൾ തെരുവിൽ കലാപം അഴിച്ചുവിടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ തെറിവിളി, ഭീഷണി, കുപ്പിയേറ്, വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു, വനിതാ ഉദ്യോഗസ്ഥരെ വരെ ആക്രമിക്കുന്നു. കള്ളപ്പണ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന പ്രതികളുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. കോടതി തന്നെ അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇ.ഡി., SFIO, ആദായ നികുതി, ഇന്റലിജൻസ് തുടങ്ങിയ ഏജൻസികൾ നീങ്ങുന്നത്. അതിന്റെ ഭാഗമായാണ് പിണറായിയുടെ വീട്ടിലും CMRL ഓഫീസുകളിലും ഉൾപ്പെടെ റെയ്ഡുകൾ നടന്നത്. അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല കമ്മികളെ. പ്രഥമ ദൃഷ്ട്യ ആരോപണങ്ങളിൽ കഴമ്പുള്ളതുകൊണ്ടാണല്ലോ കോടികൾ മുടക്കി സുപ്രീം കോടതിയിൽ നിന്ന് പോലും അഭിഭാഷകരെ ഇറക്കി വാദിച്ചിട്ട് പോലും അന്വേഷണം തുടരാൻ കോടതി പറഞ്ഞത്. എന്നെ ഷടാതെ ആകർഷിച്ചത് 3 ലക്ഷം രൂപ മാസവാടകയുള്ള തൊഴിലാളി നേതാവിന്റെ കൊട്ടാരം പോലത്തെ വീടിന് മുന്നിൽ നിന്ന് സൗജന്യ റേഷനു വേണ്ടി ക്യൂ നിൽക്കുന്ന കമ്മികളുടെ മുദ്രാവാക്യം വിളിയാണ്. നീയൊക്കെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, പണ്ട് നീയൊക്കെ കൂടെ ഒരുത്തിയെ കൊണ്ട് ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ജുഡീഷ്യൽ അന്വേഷണം എന്ന പേരിൽ അയാളെ പരസ്യമായി അപമാനിച്ചു. അയാൾക്ക് വേണമെങ്കിൽ അണികളെ കൊണ്ട് തെരുവിൽ കലാപം ഉണ്ടാക്കാമായിരുന്നു, പക്ഷെ അയാൾ ചെയ്തില്ല. നിയമം എന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്തു. ചിരിക്കുന്ന മുഖത്തോടെ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ ഹാജരായി. കാരണം അയാൾക്ക് അറിയാമായിരുന്നു അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അയാളുടെ പേരാണ് ഉമ്മൻചാണ്ടി. ഇതിപ്പോൾ തൊഴിലാളി നേതാവ് ഭയന്നുപോയി. അതുകൊണ്ടാണ് അടിമകളായ അണികളെ കൊണ്ട് തെരുവിൽ കലാപം ഉണ്ടാക്കാൻ നോക്കുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും. മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയക്കേണ്ട വിജയ. കമ്മികളെ കൊണ്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴേ ഉറപ്പായി മടിയിൽ കനമുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഹർത്താൽ വല്ലതും നേരത്തെ പ്രഖ്യാപിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്ന ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിലായിരിക്കുകയാണ്. CPM പ്രവർത്തകരായ 7 പേരാണ് മണിക്കൂറുകൾക്ക് ശേഷം അറസ്റ്റിലായത്. ഉദ്യോഗസ്ഥർ വന്ന 3 കാറുകളുടെ ഗ്ലാസാണ് പ്രവർത്തകർ തകർത്തത്. വലിയ സംഘർഷത്തിനാണ് തിരുവനന്തപുരം സാക്ഷിയായത്. പിണറായി വിജയന്റെ 2 വീടുകളിലടക്കം 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ഇതിനിടെ കണ്ണൂരിലെ റെയ്ഡിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥർ എഴുതി നൽകി. ഇതോടെ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രവർത്തകർ കൂകി വിളിച്ചു. കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.